ഹലോ ഗൈസ്, നമ്മുടെ വീട്ടിലൊരു അടിപൊളി ഒരു ബോണ്ട ഉണ്ടാക്കി നോക്കിയാൽ. ഈ ബോണ്ട ഉണ്ടാക്കുന്ന മുട്ട വെച്ചാണ് ഈ ബോണ്ട ഉണ്ടാക്കുന്നത്. വെറൈറ്റി ഒരു ബോണ്ടയും കൂടിയാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബോണ്ട കൂട്ടല്ല, ഇത് മുട്ട വെച്ചുകൊണ്ടൊരു ബോണ്ടയാണ്. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതിനായിട്ട് നമ്മളൊരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നാടൻ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ കോഴിയിടുന്ന മുട്ടയാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു മുട്ട ഉപയോഗിച്ചാണ് നമ്മളിവിടെ മുട്ട ബോണ്ട ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 പാളാന്തോടൻ പഴം എടുത്തിട്ടുണ്ട്. 2 പാളാന്തോടൻ പഴം ഇതിനൊക്കെ പാചകത്തിലൂടെ കേൾക്കാം. അതിനാവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങാപ്പീരിയാക്കി എടുക്കാം. തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങാപ്പീരി ആക്കാൻ പോവുകയാണ്. അങ്ങനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകം, തേങ്ങ ചിരകിയത് എന്നിവ എടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് ഉപയോഗിച്ചാണ് നമ്മളിന്ന് ഇവിടെ അടിപൊളി ഒരു ബോണ്ട ഉണ്ടാക്കി കാണിക്കുന്നത് വീഡിയോയിൽ. തേങ്ങ ചിരകിയത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജീരകം, ഇത്രയും ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഒരു മിക്സി ജാറിലെടുത്തതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു. ആവശ്യമായ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 5 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്ത് അതിലേക്ക് പഴം തൊലി കളഞ്ഞിട്ട് കൊടുക്കുകയാണ്. 2 പഴം തൊലി കളഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി തേങ്ങാപ്പീരയുടെ മിക്സും മഞ്ഞൾപ്പൊടിയും ജീരകവും ഉപ്പും എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിവ ചേർത്ത് നല്ലവണ്ണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോണ്ടയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യാനുസരണം ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യാനുസരണം ഗോതമ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഗോതമ്പൊടി ചേർത്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കാവുന്നതാണ്. നല്ലവണ്ണം ഇളക്കി കൊടുത്ത് മാവ് ഒരു സോഫ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഞങ്ങൾക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലേക്ക് ലേശം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ബോൾ പരുവത്തിലാക്കിയാണ്. ബോൾ പരുവത്തിലാക്കിയിട്ട് ഓയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ബോണ്ട മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ ബോണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബോണ്ടകൾ നമുക്ക് ഇതേമാതിരി റെഡിയാക്കി എടുക്കാം. അങ്ങനെ 4 ബോണ്ടകളാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ബോണ്ടയൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നവർക്കും ബൈ ഗായ്സ്.